ഹായ്, വെൽക്കം ടു രമ്യാസ് ഫാമിലി വ്ളോഗ്. ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഞങ്ങളുടെ റിയൂണിയൻ പ്രോഗ്രാം നടക്കാൻ ഇന്ന്. അപ്പോൾ വിക്ടറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. തിരികെ 2012-14 എന്നതാണ് ഇതിൻ്റെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 2012-14 ബാച്ച് ഒന്നിക്കുകയാണ് ഇന്നത്തെ ദിവസം. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. 10 വർഷത്തിന് ശേഷം ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ച് കൂടുകയാണ്, എല്ലാവരെയും കാണുകയാണ്. അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പുറകെ വരുന്നുണ്ട്. ഓലത്താൻ്റെ ടെൻഷന് മാറി കുറച്ചപ്പത്തായിട്ടാണ് കേട്ടോ ഞങ്ങളുടെ സ്കൂളിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ സ്കൂളിലെത്തി. റോഡിലാണ് നിൽക്കുന്നതെന്ന് പോലും ബോധമില്ലാതെ ചിരിച്ച് നിൽക്കുന്ന ഈ കിളികളാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. അതുൽ, ജിജി, അതുല്യ. സത്യം പറഞ്ഞാൽ ജസ്റ്റ് ഫോൺ കോളുകൾ ഉണ്ടെന്നല്ലാതെ ഞങ്ങളും 10 വർഷത്തിന് ശേഷമാണ് ഇവിടെ ഒത്തുകൂടുന്നത്. ഇതാണ് ഞങ്ങളുടെ സ്കൂള്, വിക്ടറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓലത്താങ്ങ്. 2012-14 ബാച്ചായിരുന്നു ഞങ്ങൾ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഞങ്ങളുടെ മധുര 17 ഞങ്ങൾ ആഘോഷിച്ചത് ഇവിടെയാണ്. 2 വർഷം. ആ 2 വർഷങ്ങൾ ഞങ്ങൾക്ക് നൽകിയ കുറേ ഓർമ്മകൾ. ആദ്യത്തെ 1 മാസത്തെ പരിചയപ്പെടലുകൾ, പിന്നീടുണ്ടായ ക്ലാസ് റൂമിലെ തമാശകൾ, ഇണക്കങ്ങൾ, സൗഹൃദങ്ങൾ, പ്രണയങ്ങൾ, എന്തിനേറെ പറയുന്നു ടീച്ചർമാരുടെ ദേഷ്യപ്പെടലുകൾ. അങ്ങനെ ഓർത്തു വയ്ക്കാൻ ഒരുപാടുണ്ട് ഇവിടെ. ഇപ്പോൾ 10 വർഷത്തിന് ശേഷം ഞങ്ങൾ ഇവിടെ ഒന്നിക്കുമ്പോൾ കുറച്ചു പേരുടെ മനസ്സെങ്കിലും ആ 10 വർഷത്തിന് പുറകെ പോയിട്ടുണ്ടാവും. 10 വർഷം കൊണ്ട് ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ സ്കൂളും ഒരുപാട് മാറി. ഈ റീയൂണിയൻ നടത്തിയപ്പോൾ എത്രമാത്രം സന്തോഷം ഉണ്ടായെന്ന് ഈ വീഡിയോ കാണാൻ പോകുന്ന ഓരോരുത്തരുടെയും മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ പ്രോഗ്രാം ഇത്രയെങ്കിലും എത്തിക്കാൻ കഷ്ടപ്പെട്ട കുറച്ച് കൂട്ടുകാരുണ്ട് കേട്ടോ ഞങ്ങൾക്ക്. ഒറ്റ വാക്കി പറഞ്ഞാൽ ഞങ്ങളുടെ കമ്മിറ്റി മെമ്പേഴ്സ്. അവരുടെ ഒരുപാട് നാളത്തെ പരിശ്രമമാണ് ഇന്ന് നടക്കാൻ പോകുന്ന ഈ പ്രോഗ്രാം. ഇതിനു വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതും എല്ലാവരെയും ആഡ് ചെയ്ത് ഇങ്ങനൊരു കാര്യം അറിയിക്കുകയും സ്കൂളിൽ പോയി പെർമിഷൻ എടുക്കുകയും ടീച്ചേഴ്സിനെ ക്ഷണിക്കുകയും ഈ പ്രോഗ്രാമിന് വേണ്ട എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുകയും ചെയ്തത് ഞങ്ങളുടെ കമ്മിറ്റി മെമ്പേഴ്സാണ്. അവരിങ്ങനൊരു കാര്യം ഗ്രൂപ്പിൽ അവതരിപ്പിച്ചപ്പോൾ ഫിനാൻഷ്യലിയും അല്ലാതെയും സപ്പോർട്ട് ചെയ്തവർക്കും ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഈ ഒരു മൊമെന്റ്സ് സമ്മാനിച്ച ഞങ്ങളുടെ കമ്മിറ്റി മെമ്പേഴ്സിനും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. സ്വാഗതം അർപ്പിക്കുന്നതാണ്. ആദ്യമായി സ്വാഗതം അർപ്പിക്കുന്ന ഈ വേദി സന്നിഹിതരായിരിക്കുന്ന വളരെ ബഹുമാനപ്പെട്ട ഗുരുജനങ്ങൾക്കാണ്. കൂടാതെ നമ്മുടെ ഈ പരിപാടിക്ക് എല്ലാവിധ പിന്തുണയും നൽകിയ നമ്മുടെ സ്കൂളിന്റെ മാനേജർ ശ്രീ വിജയ് സാർ എത്തിയിട്ടില്ല. സാർ എത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത്. സാറിന് ആദ്യമായി പരിപാടിക്ക് സ്വാഗതം ചെയ്തു കൊടുക്കും. അടുത്തതായി സ്വാഗതം അർപ്പിക്കേണ്ടത് ഈ റിയൂണിയൻ പരിപാടിക്ക് എല്ലാവിധ പിന്തുണയും നൽകിയ നമ്മുടെ എല്ലാം ബഹുമാനപ്പെട്ട പ്രിൻസിപ്പളായ ജ്യോതികുമാർ സാർ. സാറിനെ ഈ പരിപാടിയിൽ കൂടാതെ ഏറെ ബഹുമാനിയായ ടീച്ചേഴ്സായ സിദ്ധ ടീച്ചർ, സന്ധ്യ ടീച്ചർ, സിനി ടീച്ചർ, ടീച്ചേഴ്സിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. കൂടാതെ നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്തു. നീ കൈയെടുക്കാൻ ഞാൻ വിറയ്ക്കുന്നു.
ഓക്കെ. 2012-2014 ബാച്ചിലെ വിദ്യാർത്ഥികളാണ് തിരികെ എന്ന പേരിൽ ഒരു റീയൂണിയൻ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ റീയൂണിയന് നേതൃത്വം നൽകുന്ന ഒരുപാട് സന്തോഷം നമ്മുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത ഒരു പീരീഡാണ് നമ്മുടെ +1+2 കാലം. നമ്മൾ അത്രയും കാരണം നമ്മുടെ കൗമാരത്തിന്റെ സമയമാണ്. കാരണം നമ്മൾ വീട്ടുകാർ പറഞ്ഞാൽ അത് കുറ്റമായി തോന്നും, അധ്യാപകർ പറഞ്ഞാൽ കുറ്റമായി തോന്നും. നമ്മൾ വെറുതെ ഒരു വാക്യം പറയുവാനാകുമോ. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. പിന്നെ ഞങ്ങളുടെ പയ്യന്മാരുടെ കുറച്ച് കലാപരിപാടികളായിരുന്നു കേട്ടോ. നീർപ്പൂവിന്റെ കവിളിൽ തലോടി നീളം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്റെ മറഞ്ഞു എന്റെ ഉള്ളൂർക്കുടം പോലെ. ചെറിയൊരു പ്രോഗ്രാം ആയിരുന്നെങ്കിലും ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് പിരിഞ്ഞത്. ടീച്ചേഴ്സിനോട് സംസാരിച്ചും പരസ്പരങ്ങൾ വിശേഷങ്ങൾ പങ്കുവച്ചും ശരിക്കും പറഞ്ഞാൽ സമയം പോയത് അറിഞ്ഞതേയില്ല. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.